നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യം എടുക്കേണ്ടത് വയർമാൻ പെർമിറ്റ് ആണ്. നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. യോഗ്യത കുറവുള്ള ആളുകൾക്ക് യോഗ്യത എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ ആ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഹയർ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് C ക്ലാസ്, B ക്ലാസ് അങ്ങനെയുള്ള ലൈസൻസുകൾ നേടാം. അതേപോലെ തന്നെ നമ്മുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുകൾ നമുക്ക് പ്ലാൻ ചെയ്ത് അതുവഴി നമ്മുടെ നിലവാരം ഉയർത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായും 100% കമ്മിറ്റഡ് ആയിട്ട് 100% ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മളെ ഫ്രണ്ട്സ് അക്കാദമിയെ നിങ്ങൾക്ക് വിളിക്കാം. അതിനു വേണ്ടിയിട്ട് 100% സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷം നമ്മൾ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.